ഇടുക്കിയിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ദേവികുളം ലോഘാട്ട് എസ്റ്റേറ്റ് ലയം ആക്രമിച്ചു. ആന ജനവാസ മേഖലയ്ക്ക് സമീപം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ആന ഇപ്പോഴും രാത്രിയിലും ജനവാസ മേഖലയിൽ തന്നെയാണോ? വിജയകുമാർ, ഒരിടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന ഇപ്പോഴും ഈ ജനവാസ മേഖലയ്ക്കടുത്തുള്ള സ്ഥലത്തുണ്ട്, ചോലവനത്തിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വൈകിട്ട് 8:30 ഈ കാട്ടാന ലോഘാട്ട് എസ്റ്റേറ്റിലെ ലയത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. ലയത്തിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നു. പിന്നീട് ഉടൻ തന്നെ RRT സംഘം ഇവിടെ എത്തി ആനയെ ആ സമീപത്തുള്ള പ്രദേശത്തേക്ക് തുരത്തുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോഴും RRTയുടെ നിരീക്ഷണമുണ്ട്. പകൽ സമയങ്ങളിലൊക്കെ ഈ ലോഘാട്ട് എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പടയപ്പ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പടയപ്പയെ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കുന്ന നടപടി ഇപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആന വരുന്നതിന് തൊട്ട് മുൻപിൽ നിന്ന് ദൃശ്യങ്ങൾ പകർന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അനാവശ്യ പ്രകോപനം ആനയെ കൂടുതൽ അക്രമകാരിയാക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ജാഗ്രത പാലിക്കുക കൂടി ചെയ്യണം. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തടയുക അത്ര എളുപ്പമായിരിക്കില്ല എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ആളുകൾക്ക് ആശങ്കയുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ. ദേവികുളം ലോഘാട്ട് എസ്റ്റേറ്റിലാണ് ഈ ആന ഒരു ലയം ആക്രമിച്ചത്. ഇപ്പോഴും അത് ജനവാസ മേഖലയുടെ സമീപം തുടരുകയാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.